ബോംബെയിൽ വരുമ്പോ നമ്മളെയൊന്നും അന്വേഷിക്കണേ ഇല്ലല്ലോ വേണു. ബോംബെയിൽ വരേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഭായ്. ഓപ്പറേഷനൊക്കെ ഇപ്പൊ ഗുജറാത്തിലാന്ന് കേട്ടല്ലോ. ഗോവ ഗുജറാത്തൊക്കെ നോക്കി, ഗുണം പോരാ. ഓ, ചിത്തുഭായ് ഇന്ന് മംഗലാപുരത്തെത്തും. നാളെ ഇവിടെ വേണുവിനെ കാണേണ്ട കാര്യമുണ്ടെന്ന് പറഞ്ഞു. അഡ്വാൻസായി നമ്മളിങ്ങനെ അയച്ചതാ. അയ്യോ, നാളെ വെളുപ്പിന് ഞാൻ കൊച്ചിയിലേക്ക് പോകും. അവിടെ നിന്ന് നേരെ ഡൽഹിക്ക്. ഒരു സർക്കാർ കാര്യം, നമ്മുടെ MP അതിനുവേണ്ടി മാത്രമായിട്ട് അവിടെ നിൽക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ച. ദാ ഓക്കെ, ടിക്കറ്റ് ഉണ്ട്. ജിത്തുഭായ് എവിടെ കിട്ടും? ഞാൻ സംസാരിക്കാം. എഞ്ചിനീയർ നരേഷ് എന്റെ റൂമിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അല്ല, ഇത് ഞാൻ ആദ്യം വിചാരിച്ച് അതേ ചായ. പെട്ടെന്ന് മാറിപ്പോവും. ശിവേട്ടന്റെ അനിയൻ ഇപ്പൊ എന്റെ കൂടെ. ശിവേട്ടൻ അസംബായിയുടെ ഒക്കെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു. ബോംബെയില് ഹോട്ടല്, ലോറി, അങ്ങനെ പല ബിസിനസ്സും ഉണ്ട് അസംബായി. ഒരു അനുജൻ കോളേജിൽ പോണെന്ന് പറഞ്ഞിരുന്നത് ഓർമ്മയുണ്ട്. ഞാനൊന്ന് ശരിക്കും സ്റ്റഡി ചെയ്തിട്ട് വിളിക്കാമെന്ന് പറയും നരേഷിനോട്. ഈ ലെറ്റേഴ്സ് ഒന്ന് നോക്ക്. വരൂ അസംബായി. അത്യാവശ്യം വല്ലതുണ്ടെങ്കിൽ ഞാൻ ക്ലബിലോ ഹോട്ടൽ സീ ഫേസിലോ ഉണ്ടാവും. ഏട്ടന്റെ ക്ലോസ് ഫ്രണ്ട് എന്നല്ല ഞാൻ അവനോട് പറയേണ്ടിയിരുന്നത്. പഴയ കഥ വിടുമായി. ആളുഷാറായി പോയി. എല്ലാ ദിക്കിലും നല്ല ഹോൾഡ്, നല്ല ഇൻഫ്ലുവൻസ്. ഒരു ചെറിയ നഗരത്തിലാവുമ്പോ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയും. അതിലപ്പുറം ഒരു ഇൻഫ്ലുവൻസും ഇല്ല ഭായി. മാറ്റം വന്ന ഒരു ഓഫീസർ വലിയ കമ്പനിയാന്ന് പറഞ്ഞ്. ആര് പറഞ്ഞു? അതൊക്കെ നമുക്ക് വിവരം കിട്ടൂലേ. പഴയ ഒരു വണ്ടി നിസ്സാര പൈസക്ക് കൊടുത്ത ആളിപ്പോ സൂപ്രണ്ടല്ലേ. നമുക്ക് അവരായിട്ടൊക്കെ ഒന്ന്. അല്ല, എല്ലാ ഞായറാഴ്ചയും ചീട്ടുകളി സെറ്റില് പുതിയ ഓഫീസർ വരാറില്ലേ? അങ്ങനെ എളുപ്പത്തിൽ പോക്കറ്റിലാക്കാൻ പറ്റുന്നവരല്ല ഇവരൊന്നും. ഇത് നിങ്ങളുടെ ബോംബെ അല്ല ഭായി. വരൂ, വേറെ വല്ല കഥകളും പറഞ്ഞിരിക്കാം. അതിന് റെഡി. ചെറിയ കാര്യമല്ല ഭായി. ഡൽഹി നമ്പർ അറിയില്ല. മിക്കവാറും MP ക്വാർട്ടേഴ്സിലാവും. അതെ, സോറി. അസംബായോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. സോറി. ബോംബെയിലെ പോലെ ഇവരെ അങ്ങനെ എളുപ്പം വിലക്ക് വാങ്ങിക്കാൻ പറ്റില്ല ഭായി. സോറി. ഞാൻ നാളെ ഒന്ന് നാട്ടിൽ പോയാലോ എന്ന്. ഇരിക്കെ. നാളെ ഞാനും ഒന്ന് പോയാലോ എന്ന് ആലോചിക്കുക. ബോംബെ പാർട്ടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഡൽഹിക്ക് പോകുന്നു എന്നാണ് ഒരു കളവ് പറഞ്ഞിരിക്കുന്നത്. ഡൽഹിയിൽ കാര്യമൊന്നുമില്ല. മുത്തശ്ശന്റെ ശതാഭിഷേകം, അമ്മയുടെ അച്ഛന്റെ. 83 വയസ്സായി. പക്ഷെ ഇപ്പോഴും നല്ല ആരോഗ്യമാണ്. വേണോട്ടം കണ്ടിട്ടുണ്ടാവും. അന്ന് ഞാൻ അധിക സമയം ഇരുന്നില്ലല്ലോ. ഇല്ല, കണ്ടിട്ടില്ല. അച്ഛനെ മുറ്റത്തേക്ക് വിളിച്ച് കാര്യം പറഞ്ഞു വേഗം പോന്നു. മരിച്ച വിവരം അറിയിക്കുന്ന ജോലി അത്ര സുഖമുള്ള കാര്യമല്ലല്ലോ. ഹലോ ഹലോ, നമ്പ്യാർ. ഓഫീസിൽ വന്നത് ആരൊക്കെ വന്നിരുന്നു? എന്താ വിശേഷിച്ച്? അതല്ല, ഒരു ബോംബെ പാർട്ടി. ഓ വന്നിരുന്നു. ഞാൻ പണ്ട് ബോംബെയിലായിരുന്നപ്പോ പുള്ളിയുടെ ഒരു ഹോട്ടലുണ്ട്. അവിടെ നിന്ന് കുറേക്കാനും ചാപ്പാട് കഴിച്ചിട്ടുണ്ട്. ആ പരിചയമുണ്ട്. ഹോട്ടല്, ട്രാൻസ്പോർട്ട് അതറിയില്ല നമ്പ്യാർ. എന്നോട് എന്ത് ഡിസ്കസ് ചെയ്യാൻ? ഓക്കെ, ഞാൻ 4-5 ദിവസം ഔട്ട് ഓഫ് സ്റ്റേഷനാണ്. വന്നിട്ട് വിളിക്കാം. ഇത് വേറൊരു ശല്യം. വേണുവേട്ടനോടും വരാൻ നിർബന്ധിക്കണമെന്നുണ്ട് അച്ഛന്റെ കത്തില്. വേണുവേട്ടൻ എവിടേക്കാ യാത്ര? നിശ്ചയിച്ചിട്ടില്ല. അണ്ടർഗ്രൗണ്ട്. അവ ഡ്രിങ്ക്. എന്നാൽ അങ്ങോട്ട് പോകാന്നേ. ഒറ്റ ആളും അവിടെ തെരഞ്ഞു വരില്ല. അച്ഛനും എല്ലാവർക്കും വേണുവേട്ടൻ അവിടെ നിന്ന് വരുവാച്ചാൽ പണ്ട് വന്ന പോലെ അല്ലല്ലോ ഇപ്പോൾ. അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് നോക്കട്ടെ. ഏതായാലും ഇവിടെ നിന്ന് കിടക്കാൻ നിശ്ചയിച്ചു. ഇവര് സ്വൈര്യം തരില്ല. ശരി, അവിടെ കയറി അച്ഛനെ ഒന്ന് കണ്ടിട്ട് പോവാം. രാജമാമ വന്നിട്ടുണ്ട്. കാറിലാ. അമ്മാമ വേഗം വരാൻ പറഞ്ഞു. വൈകുന്നേരത്തെ വണ്ടിക്കാ വരാന്നല്ലേ എഴുതിയിരുന്നത്? അല്ല, ആരോ പറഞ്ഞിരുന്നു അങ്ങനെ. ഓഹോ,
പരിപാടികളൊക്കെ അപ്പോപ്പ കൃത്യമായിട്ട് അറിയിക്കുന്നുണ്ടല്ലേ? ഹോം സയൻസിൽ MSc തുടങ്ങണു. അവിടെ പ്രോവിഡൻസിൽ നിന്ന് ആരോ പറഞ്ഞപ്പോ എഴുതിയിരുന്നു. അന്വേഷിക്കാൻ. നീ ഇങ്ങോട്ട് വാ. സംശയങ്ങളൊക്കെ നേരിട്ടെന്ന് ചോദിക്കാലോ. നാടടിച്ച് ക്ഷണിച്ചിട്ടുണ്ടോ മാലേച്ചി? മുത്തശ്ശന്റെ ഒരു ആഗ്രഹമല്ലേ, നടത്തിയില്ലെന്ന് വേണ്ട. നമ്മള് സന്ധുബന്ധുക്കൾ ഉണ്ടാവും, അത്ര തന്നെ. ഗ്ലാസ്സിലാക്കണോ? വേണ്ട. എനിക്ക് വേണ്ട. രാജന് കൊടുക്കും. എന്നെ ആരും പിടിക്കൊന്നും വേണ്ടെന്നേ, ഞാൻ നടന്നോളാം. മുത്തശ്ശ, ഇതാണ് വേണുവേട്ടൻ. കുട്ടികൾ പറയാറുണ്ട്, എന്തോ നിങ്ങളുടെ ചിലരുടെ നല്ല മനസ്സുകൊണ്ട് ഇവിടെ അച്ചാലും പിച്ചാലും നടന്നിരുന്ന ഇവൻ ഒരു വഴിക്കായി എന്നൊരു സമാധാനമുണ്ട്. മുത്തശ്ശന് വേണോ? വേണ്ട, ഞാനുണ്ട്. ഒരു 11-11:30 എനിക്ക് വെച്ചേക്ക്. അച്ഛാ, ആ TV-യിൽ ഒരു റൂം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരാം. ആ TV-യിലോ? നിനക്ക് പ്രാന്ത. ഇവിടെ ഒരു അസൗകര്യമില്ല. ടൗണിലെ മാതിരി കേമായിട്ടൊന്നും ഉണ്ടാവില്ല. എന്നാലും മുകളിലെ തെക്കറിയിൽ നല്ല കാറ്റുണ്ട്. ഓവർ നന്നാക്കിയിരിക്കണു. ആ എഴുത്തച്ഛാ, കാറിന് ആ പെട്ടി സാധനങ്ങൾ എടുത്തോളൂ. ഈ സൗകര്യം പോരെന്ന് വേണമെങ്കിലൊന്ന് കയറി നോക്കാം. അയ്യോ, സൗകര്യം പോരാന്ന് വെച്ചിട്ടല്ല, വിരുന്നുകാരും തിരക്കുമൊക്കെ ആവുമ്പോ. ഇവിടെ അങ്ങനെ തിരക്കൊന്നുമില്ല. ഒരു ഭഗവതി സേവയുണ്ട്. രാവിലെ ഗണപതി ഹോമവും അതിനും പറഞ്ഞിട്ടില്ലേ? ഉണ്ണാൻ പുറത്തുനിന്ന് ആരെയും വിളിച്ചിട്ടില്ല. ഉണ്ടാതൊന്ന് കിടക്കണം. കിടന്നോളൂ, ഞാനിവിടെ ഉണ്ടാവും. കിടന്നോട്ടെ. കാഴ്ചക്ക് ഇപ്പോഴും ഒരു മങ്ങലുമില്ല. പേപ്പർ മുഴുവൻ വായിക്കും. ചെവി അസാരം പതുക്കുക. വല്ല കുറ്റോ കുറവോ പറയാച്ചാൽ അത് നമ്മൾ പിറുപിറുത്താ കൂടെ കേൾക്കുകയും ചെയ്യും. അടുക്കളയിലാരാ? ആ പണി കഴിച്ചിട്ട് വാ, എന്നിട്ട് വിസ്തരിച്ച് സംസാരിക്കുക. ആളെവിടെയും പോവില്ല. പണ്ട് വന്നപ്പോ കണ്ടില്ല കണ്ടില്ല എന്ന് പറഞ്ഞ് ഇവക്ക് എന്നും ഈർഷ്യലുണ്ടായിരുന്നു. എടാ, നിനക്ക് ഞാൻ 2 കത്തയച്ചതിനും മറുപടിയില്ല. വേറെ ചിലർക്ക് റെഡിക്ക് മറുപടി. കാർ വിളിച്ചു വന്നത് എന്തിനാപ്പോ? ഞങ്ങളെയൊക്കെ ഒന്ന് ഞെട്ടിക്കാനോ? സിംഗപ്പൂരും ദുബായിലും ഒന്നും അല്ലല്ലോ. 6 മാസം ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് എന്ത് മലമറിക്കണ ഉദ്യോഗാടാ എനിക്ക്? അത് ഇവിടെ ചോദിച്ചു. പണിയെടുപ്പിക്കണ മുതലാളി തന്നെ വന്നിരിക്കണു. ഇത് ചേച്ചി. ഇവർക്ക് കുളിക്കാൻ പോകുമ്പോ തുണ പോയിരുന്ന ആ പഴയ ചെക്കൻ തന്നെയാണ് ഞാൻ ഇപ്പോഴും എന്നാണ് വിചാരം. ആ ഒറ്റ കുഴപ്പമേ ഉള്ളൂ, വേറൊന്നും വിചാരിക്കണ്ട. ശരീരം പോത്തോലായിട്ടെന്താ, ബുദ്ധി അവിടെ തന്നെ നിക്കല്ലേ. ഇവറ്റ രണ്ടും കണ്ടുമുട്ടിയ കടിപിടി തുടങ്ങി. അല്ല, കുളിക്കോ മറ്റോ വേണോ? വേണ്ട. വേണോട്ടാ, നമുക്ക് മുകളിലേക്ക് പോവാം. കൊള്ളയടിക്കാൻ അതിലൊരു സാധനമില്ല മാലേച്ചി. നല്ല ആളാ. കുട്ടികൾക്കും കൂടി ഒന്നും കൊണ്ടുവരാതെ കൈയും വീശി വന്നിരിക്കുന്നു. മുത്തശ്ശൻ ഒരു പൊതയും മഫ്ലറും വാങ്ങി. സന്തോഷാവട്ടെ. മാലേച്ചിക്ക് ഇപ്പൊ നല്ല ഗോളാണെന്ന് മനസ്സിലായി. ആരാ പറഞ്ഞത്? ആരെങ്കിലും പറയണോ? അപ്പുണ്ണിയേട്ടൻ കരാറെടുത്ത റോഡിലൂടെയാണ് ഞങ്ങൾ വന്നത്. ആന നിന്നാ കാണില്ല ഓരോ കുണ്ടും കുഴിയും. സർക്കാരിന്റെ കാശ് വെട്ടിക്കുന്നതിന് ഒരു കണക്കൊക്കെ ഇല്ലേ? എടാ, പതുക്കെ പറ, അന്യന്മാര് കേൾക്കണ്ട. നീ മുതലാളി എന്ന് മുമ്പ് പറഞ്ഞിരുന്നപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് വല്ല തന്തപ്പടിയാവുന്ന. എത്ര വയസ്സുണ്ടാവും? ഒരു 33. കല്യാണം കഴിച്ചിട്ടില്ല. അതെന്താടാ കല്യാണം കഴിക്കാത്തത്? വേണ്ട വെച്ചിട്ടാവും. ഒരു ശല്യമല്ലേ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ. വേണ്ടിയിരുന്നില്ല എന്ന് അപ്പുണ്ണിയേട്ടൻ എന്നെ തോന്നുന്നുണ്ടാവില്ലേ ഇപ്പോ സത്യത്തില്? ചെക്കാ, ഞാൻ മോന്തയ്ക്കുന്നു തന്നാലുണ്ടല്ലോ. ഇവിടെ വലിയൊരു വിഷയം വേണുവേട്ടൻ എന്താ കല്യാണം കഴിക്കാത്തതെന്നാ ഇപ്പോ. ആ വാ, ചേച്ചിയുടെ മക്കളാ. ഇത് രണ്ടും ആ തള്ളയും ചേർന്ന് എന്താ മോഷ്ടിക്കാനുള്ളതെന്ന് നോക്കുമായിരുന്നു എന്റെ പെട്ടിയില്. അമ്മിണിക്കുട്ടി പാട്ട് പഠിക്കുന്നുണ്ട്. ഇത് ബാബു. ഫാൻസി ഡ്രസ്സിൽ എനിക്ക് എന്ത് വിഷമായിരുന്നു? കാട്ടാളൻ. ഓ, എന്നിട്ട് സമ്മാനഫലം കിട്ടിയോ? ആ കിട്ടി, സെക്കൻഡ് പ്രൈസ്. എന്റെ മ്യൂസിക് വരുന്ന ഡോളില്ലേ, അതിവൻ കേടാക്കി രാജമാമേ. ഞാനല്ല, ചേച്ചി വെറുതെ ഓരോന്ന് പറയണ്ട. അത് തന്നെ കേടോന്നാ. തന്നെ കേട്ടോറിയ നീ എന്നെ എനിക്കറിയാം. ഞാൻ തൊട്ടിട്ട് കൂടില്ല പറഞ്ഞു. നീ തൊട്ട് ഞാൻ കണ്ടതല്ല. ഞാൻ തൊട്ടിട്ട് കൂടില്ല പറഞ്ഞില്ല. വഴക്കൂടിയാലുണ്ടല്ലോ ദേ, ഈ അമ്മാമ്മയ്ക്ക് കലി കയറും. ദേഷ്യം വന്ന ചെറിയ കുട്ടികളെ പിടിച്ച് അങ്ങനെ വിഴുങ്ങിക്കളയും. ആ കാട്ടാളനും കാട്ടാളത്തി ഇപ്പൊ അടുക്കളയിൽ പോയി
അവിടെ വലിയ കാട്ടാളത്തിൽ എന്തൊക്കെയാ ചെയ്യുന്നത് നോക്ക് ചെല്ലിയില്. Forward march. Left, right, left, right, left, right, left, right. നിലയന്നൂർ ഒരു ചെറിയ ടൗണാ, 20 മൈലുണ്ടാവും. അവിടെ ഗവൺമെന്റിന്റെ ഒരു ടൂറിസ്റ്റ് ഹോം ഉണ്ട്, ഒരു AC റൂമും ഉണ്ട്. ഇത് മതി, ധാരാളം. ഇവരൊക്കെ ഇവിടെ ഉണ്ടാവുമ്പോ ഹോളിഡേസിൽ നീ എന്തിനാ ടൗണിൽ നിൽക്കണേ? നൈസ് പ്ലേസ്. ഇങ്ങനെ വീടും ആൾക്കാരും ഒക്കെ ഉണ്ടാവുന്ന തന്നെ. ഒക്കെ ആയിരിക്കണം. ശിവേട്ടന്റെ ഒരു ഫ്രണ്ട് വന്നിരുന്നു അച്ഛാ, ബോംബെന്ന്. പരിചയപ്പെട്ടവർക്കൊക്കെ അവനെന്ന് വെച്ചാ കയ്യാലെ നിൽക്കണയിടത്ത് പുതിയ ഫാഷൻ ഒരു നല്ല വീടുണ്ടാക്കണം. റോഡിന്റെ സൈഡിൽ സ്ഥിരമായിട്ട് വാടക കിട്ടാൻ 5 മുറി പീടി എടുക്കണം. അങ്ങനെ പല മോഹങ്ങളും പറഞ്ഞിട്ട് പോയ ആളാ. വേണോട്ടാ വരൂ. ശിവൻകുട്ടി പോയ സ്ഥാനത്ത് ദൈവം ഒരാളെ തന്നു. എനിക്കും ഇവന്റെ അമ്മയ്ക്കും ഉള്ളിൽ എപ്പോഴും ആ ഒരു വിചാരമുണ്ട്. ഇവനെ കൊണ്ടുപോയി ഒരു വഴിക്കാക്കിയത് കൊണ്ട് ബുദ്ധിമുട്ട് കൂടാതെ കഴിയണമെന്ന്. എന്നും ഞങ്ങളാച്ചാലില്ലാത്ത കാലത്തും ഇവിടുത്തെ കുട്ടികളെ പറ്റി ഒരു ശ്രദ്ധ ഉണ്ടാവണം. അതേ എനിക്ക് പറയാനുള്ളൂ. വരൂ, കഴിക്ക. രാജന്റെ മുതലാളി വന്നിട്ടുണ്ട്. ഓ, അതാ കാറിൽ വന്നത്. അമ്പലത്തില് ഒരു കൂട്ടുപായസം നന്നായി. മധുരം ഒന്നും ഇല്ലാലോ എന്ന് വിചാരിച്ചിട്ടേ ഉള്ളൂ. അയ്യോ മതി മതി. നാടൻ വട്ടാവും. ഞാനും ശരിക്കു പറഞ്ഞ ഒരു നാടൻ തന്നെയാ. വേണുവിന്റെ ശരിക്കുള്ള വീട് കാഞ്ഞിക്കളന്ന സ്ഥലത്തിന്റെ പേര്, മണ്ണാർക്കാട്ടിനടുത്ത്. പക്ഷെ ചെറുപ്പത്തിലെ അവിടം വിട്ടു. അമ്മയുടെ തറവാട് വേറെ ഒരു സ്ഥലത്താ. അവിടെ ഇപ്പോ ആരുമില്ല. അച്ഛാ, വേണുവേട്ടൻ പഠിച്ചതൊക്കെ ബോംബെയിലാ. അപ്പോഴാണല്ലോ ശിവേട്ടനുമായിട്ട്. പകല് ജോലി, രാത്രി പഠിപ്പ്. ബോംബെയിൽ അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ശിവേട്ടന് നിർബന്ധമായിരുന്നു. ഞാനോ പഠിച്ചില്ല. ഇവനെ പഠിപ്പിക്കണം ആവണത്ര എന്ന് എഴുതുമ്പോഴും. പഠിപ്പെന്ന് വെച്ചാൽ വലിയ കാര്യമായിരുന്നു. അപ്പണേട്ടാ ഇരുന്നോളൂ. അളിയനാ ഇതെന്റെ. മനസ്സിലായി, ധാരാളം കേട്ടിട്ടുണ്ട്. കൈ കഴുകി ഇരുന്നോളൂ. എനിക്ക് പിന്നെ മതി, ഒന്ന് കുളിക്കണം. രാവിലെ നേരത്തെ എഴുന്നേറ്റ് പോയതാ. ഓ, പായസം സദ്യ തന്നെ ആയല്ലോ മാലേച്ചി. ഇതിപ്പോ ദേവി കൊണ്ടുവന്നതാ. അപ്പുണ്ണിയേട്ടനും മാലേച്ചിയും തൊട്ട് പിന്നിലെ വീട്ടിലാ താമസം. വീടതാണെന്ന് പറയാമെന്ന് തന്നെ ഉള്ളൂ. പിന്നിലൊരു വഴി വെച്ചിട്ടുണ്ട്. ഭക്ഷണത്തിന്റെ നേരത്ത് പിള്ളേരെ ആട്ടി തെളിച്ച് നേരെ ഇങ്ങോട്ട് കടന്നാ മതി. വീട്ടിൽ ചെലവെന്ന് പറഞ്ഞൊരു ചിന്ന കാശ് പുറത്തിറക്കേണ്ട കാര്യമില്ല. നീ അധികം പറഞ്ഞാലേ ഇവനെ സൂക്ഷിക്കണം കേട്ടോ. വിശ്വസിച്ച് ഓരോന്ന് ഏൽപ്പിക്കുന്ന ആളുകൾ അറിയാൻ വേണ്ടി തന്നെയാണ് പറയണത്. തൈര് കൂട്ടാൻ ഇത്തിരി ചോറ്. അയ്യോ വേണ്ട. എന്നിട്ട് രാജന്റെ വിക്രിയ പറഞ്ഞില്ല? ഞാൻ പറയട്ടെടാ. ഓ പറഞ്ഞോളൂ. ഇവനേ അല്ലെങ്കിൽ വേണ്ട. മാലേച്ചി തട്ടാനും കൊടുക്കാൻ തന്ന ഒരു 100 രൂപയും കൊണ്ട് ഞാൻ കടന്നു. അതാണ് കാര്യം വേണുട്ടാ. എന്നിട്ട് എവിടെ വരെ എത്തി? പാലക്കാട്ട് 2 ദിവസം കുശാൽ. ശിവൻകുട്ടിയുടെ അടുത്തേക്ക് ബോംബെക്കോ മറ്റോ വണ്ടി കയറിയിട്ടുണ്ടാവോ എന്ന് പേടിച്ചിരിക്കുമ്പോ ഇന്ത്യ ഭീഷണിയായിട്ടെന്റെ അടുത്ത് ബോംബെക്ക് പോവാന്നായിരുന്നല്ലോ താക്കോലോളം വലിപ്പം ഉണ്ടായിരുന്ന കാലത്ത്. 2 ദിവസം ബിരിയാണി, 3 നേരം, സിനിമ 2 എണ്ണം, 3 ഷോ, 100 ക്ലീൻ. വേഗം മടങ്ങുകയും ചെയ്തു. ഞാൻ തല്ലില്ലാന്നറിയാം. ആ ധൈര്യം അല്ലാണ്ട് എന്താ പറയാ. പക്ഷെ വേണുവേട്ടാ, ഈ അന്യായം കേൾക്കണം. ആ 100 രൂപയുടെ കാര്യം ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് മാലേച്ചിയും ഈ അളിയനും കൂടി എന്നെ പിഴിയുന്നതിന് ഒരു അവസാനം വേണ്ടേ? എത്ര കൊടുത്താലും ആ കടം പിന്നെയും ബാക്കി. ഇങ്ങനെ ഒന്ന് ചിരിച്ചു കാണുന്ന അപൂർവ. ഓഫീസിലൊക്കെ നരി പോലെയല്ലേ? പിന്നെ ഹോട്ടൽ തുടങ്ങാൻ പോണെന്ന് പേപ്പറിൽ കണ്ടു. ടൂറിസം ഡിപ്പാർട്ട്മെന്റുമായി ചേർന്നൊരു പ്രോജക്റ്റ് ഉണ്ട്. അത് വേറെ കമ്പനി. അതിന്റെ മാനേജിംഗ് പാർട്ട്ണർ ഇവിടെ തന്നെ ഉണ്ട്. ഈ ഹോട്ടൽ എന്ന് വെച്ചാൽ കുറച്ച് വലിയ ഏർപ്പാടാണോ? 2-2.5 കോടി വരും ടോട്ടൽ. മാനേജിംഗ് പാർട്ട്ണർ KP രാജഗോപാൽ. ശരിക്കും കേട്ടോ, 2.5 കോടി. അളിയൻ ഇപ്പൊ ബോധം കെട്ട് വീഴും. താങ്ങിക്കോളൂ. 2.5 കോടി മുഴുവൻ സർക്കാർ എന്നുള്ള കടം ഞങ്ങൾ ഇരുന്നത് 20 ലക്ഷം മാത്ര. എന്താ ഈ കേക്കണ? നീ കാശ് മുടക്കാണ്ട് എങ്ങനെയാടാ മാനേജറും പാർട്ട്ണറും ഒക്കെ ആവണം? വിശ്വസിച്ച് ഇങ്ങനെ 100 കാര്യങ്ങൾ അനിയനെ ഏൽപ്പിക്കുന്ന ആളോടാ
നീ തമാശയാണെങ്കിലും നേരത്തെ ഓരോന്ന് പറഞ്ഞത്. വേണുവേട്ടൻ എന്തൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പൊ എന്റെ പേരിലും കുറെ ഷെയർ ഉണ്ടെന്നാ പറയണേ. ഓഡിറ്റർ കണക്ക് പറയാൻ തുടങ്ങിയ എനിക്ക് തന്നെ പേടിയാവും. ദേവി ഇരുന്നോളൂ, ഞാൻ കഴിച്ചു. ചേച്ചിയമ്മ ഇരുന്നോളൂ, ഞാൻ വിളമ്പിത്തരാം. നാളെ ആണ്. അവിടെ നിന്ന് എല്ലാരും വരില്ലേ? അച്ഛന് കേസുണ്ടെന്ന് പറയണ കേട്ടു. അമ്മയും ഞാനും വരും. ദേഹക്കാരെന്താ വരാത്തത്? അത്രയധികം ആളൊന്നും ഇല്ലല്ലോ അച്ഛാ, രാത്രി നോക്കിയാ മതി. ഇതാരാ? ഞാനാ. ഇത് വലിയ മച്ചി, ഇതാ അമ്മായി. ശല്യപ്പെടുത്താ പോവാമണി. ഹേയ്, അവരെ കൊണ്ട് ഒരു ശല്യമില്ല. കുറെ കൂടെ വലിയൊരു ആൽബം ഞാൻ കൊടുത്തേക്കാം. രാജമാമയെ ഓർപ്പിച്ചാ മതി. അപ്പൊ എനിക്ക് വന്നു. ആ ശരി രാമ. ആ ചെല്ലു. വേണുവേട്ടന് വേണമെങ്കിലൊന്ന് മയങ്ങാം. എപ്പോഴും തരാവാത്തൊരു ലക്ഷറി. വൈകുന്നേരം നമുക്ക് പുഴവക്കത്ത് പോവാം. മുത്തശ്ശന് കുറച്ചേരം കീഴടങ്ങി കൊടുക്കണ ജോലി ബാക്കിയുണ്ട്. ആയിക്കോട്ടെ.